ലാലേട്ടൻ ഋഷഭ സിനിമയുടെ ഡബ്ബിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം ഒക്ടോബർ 16-നാണ് ഋഷഭ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നിലവിൽ ലാലേട്ടൻ ഫാൻസിനൊന്നും ഹൈപ്പില്ലാത്ത ഒരു ചിത്രമാണ് ഋഷഭ. എന്തായാലും സിനിമ സൈലൻറ്റ് ഹിറ്റാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഹൃദയപൂർവ്വം സിനിമയുടെ 16 ദിവസത്തെ കേരള കളക്ഷൻ നോക്കാം. 8 ദിവസം കൊണ്ട് 19,33,00,000 രൂപയാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയത്. രണ്ടാമത്തെ ആഴ്ച 14,87,00,000. 16-ാം ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷൻ 90 ലക്ഷം. 16 ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ 35,10,00,000. ഹൃദയപൂർവ്വം സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം 40 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 67 കോടി ആയിട്ടുണ്ട്. ദൃശ്യം 3 സിനിമയുടെ ടോട്ടൽ ഷൂട്ടിംഗ് 45 ദിവസമാണെന്ന് ജിത്തു ജോസഫ് ഒരു ഇൻ്റർവ്യൂവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള പ്ലാൻ അനുസരിച്ച് സെപ്റ്റംബർ 22-നാണ് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അതും തൊടുപുഴയിലാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷൻ. ആശീർവാദ് സിനിമാസ് ഈ വർഷം ക്രിസ്മസ് റിലീസായിട്ട് ദൃശ്യം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. ദൃശ്യം 3 സിനിമയ്ക്ക് വലിയ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവതാറിൻ്റെ പുതിയ ഭാഗവും നിവിൻ പോളിയുടെ സർവ്വമായൊക്കെ ക്രിസ്മസിന് റിലീസിന് എത്തുന്നുണ്ട്. ക്രിസ്മസിന് ഒരുപക്ഷെ സിനിമ എത്തുകയാണെങ്കിൽ ഈ ഒരു സിനിമകളുമായി ക്ലാഷ് റിലീസാവും. എന്താണ് ആശീർവാദ് സിനിമാസിൻ്റെ പ്ലാനിങ് എന്നറിയില്ല. എന്തായാലും ആശീർവാദ് സിനിമാസ് നല്ലൊരു റിലീസ് ഡേറ്റിലേക്ക് എത്തട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പാട്രിയോട്ട് സിനിമയുടെ ടീസർ കട്ട് റെഡി ആയിട്ടുണ്ട്. നിലവിൽ സിനിമയുടെ ടീസറിൻ്റെ മ്യൂസിക്കും SFX-ഉം VFX-ഉം വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും സിനിമയുടെ ടീസർ റിലീസ് ചെയ്യുന്നത്. സുഷിൻ ശ്യാമാണ് പാട്രിയോട്ട് സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത്. എന്തായാലും ബിഗ് ഗെയിംസിൻ്റെ കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സിനിമയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.